ഹായ്, നമ്മൾ അച്ചോട്ടിനെ നോക്കിയാട്ടെ. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നേ, അച്ചോണ്ടി ഇങ്ങനെ പറ്റിയത് പറഞ്ഞിട്ട്. ഇന്നലെ സ്കൂളിൽ നിന്ന് വീണിട്ട് ആദ്യമായിട്ട് കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ, പിന്നെ തലക്ക് ഇവിടെ വലിയൊരു വണ്ണം അല്ലേ, ഭയങ്കര വണ്ണമായിട്ട് ആദ്യമായിട്ട് എൻ്റെ മോള് ഹോസ്പിറ്റലിൽ പോയി. ഇങ്ങനെ അപകടം പറ്റിയിട്ടേ. നമ്മൾ 3 മക്കൾ ഇതിൽ അഡ്മിറ്റ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ, ഇതുവരെ അഡ്മിറ്റ് ആയിട്ടില്ല. ആദ്യമായിട്ട് എൻ്റെ മോള് പക്ഷേ അഡ്മിറ്റ് ആയിട്ടില്ല. ഡോക്ടർ പറഞ്ഞ് പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടായിരുന്നു, ഞങ്ങൾ പ്ലാസ്റ്റർ ഇട്ട് ഇന്നലെ വന്ന് പിന്നെ തലക്കുണ്ടല്ലോ നല്ല അടി അടിച്ചത്, നിലത്ത് പോയിട്ട് അടിക്കുക ചെയ്ത്. ഏതോ കുട്ടി അങ്ങനെ ഉന്തിയിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വീകുന്നില്ല, അപ്പോൾ അങ്ങനെ അടിച്ച് വീഴുക ചെയ്ത്. അപ്പോൾ ഇവിടെ നല്ല വണ്ണോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രാത്രി അങ്ങനെ ഛർദി ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ്, പിന്നെ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. നോക്കും ഭാഗ്യത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. അച്ചോട്ട രാത്രി ആകുമ്പോഴത്തേക്ക് ചിരിയും കളി ആയില്ലേ അച്ചോട്ടാ? ഹാപ്പി. ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ചെടി നടാനല്ലോ വന്നല്ലേ അച്ചോട്ടാ? ഹാപ്പി അല്ലേ? കൈവേദന ഉണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ? ഉഷാറല്ലേ? ഉഷാറാന്നോടാ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജിന്, ഒരുപാട് ആൾ വിളിച്ചിന്, പിന്നെ ഒരുപാട് ആൾ ചോദിച്ചു എന്താന്ന് എങ്ങനെ സുഖം ഉണ്ടെന്നപ്പോൾ എൻ്റെ മോക്ക് വളരെ കണ്ടീഷനായിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയർ. അതുകൊണ്ട് ഒരാഴ്ച അതിൻ്റെ ആകുമ്പോൾ പ്ലാസ്റ്റർ അയക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിന്. അപ്പോൾ എല്ലാവർക്കും നന്ദി അല്ലേ സതി. എന്നാലും മോള് വളരെ കണ്ടീഷനായിട്ടുണ്ട്. ഉള്ള കാര്യത്തിൽ വിഷമം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ, സ്കൂളിൽ നിന്ന് വീണിട്ട് നോക്കുമ്പോൾ സ്കൂളിൽ നിന്ന് മിസ്സ് ദൂരത്ത് കണ്ടിട്ട് വാന്ന് പറഞ്ഞു കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടീനെ വാന്ന് വിളിച്ച്. അപ്പോൾ അതെല്ലാം ഒരു വിഷമമായിരുന്നു. ഞാൻ അതെല്ലാം മിസ്സിനെ വിളിച്ച് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇവർ സ്കൂളൊന്നും ആ ഒരു സെറ്റപ്പ് ഇല്ലാന്നു അല്ലേ. അവർ ഇതുപോലെ അപകടം പറ്റി കഴിഞ്ഞാൽ സ്പോട്ടിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല, അവിടെ ഏതോ ഒരു ടീച്ചർ ഈ ഒരു പരിപാടി വെപ്പിച്ചുകൊണ്ട് നമുക്കെന്തോ ഒരു ഭയങ്കര സങ്കടമായി പോയി. പിന്നെ ആ സ്കൂളിൽ ഒരു സെറ്റപ്പ് ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ സ്കൂളിലും ഒരു സെറ്റപ്പ് വേണം. കാരണം കുട്ടികൾ വീണ് കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ പറഞ്ഞാൽ ആദ്യം ഇവിടെ പൊട്ടെടുക്കുക ഐസ് വെക്കലാണ്. സാധാരണ നമ്മളത് ഇവിടെ അല്ല, ഫ്രിഡ്ജിൽ നമ്മൾ ഐസ് വെക്കുക, ഐസല്ല ഉപ്പിട്ട് ഐസ് വെക്കുക കേട്ടോ. ഇവിടെ നേരെ വണ്ണം ഐസ് വരെ ഉണ്ടായിട്ടില്ല. നമ്മൾ വീണ് എന്നിട്ട് അവരെന്തോ ചെറിയൊരു ഐസ് വെച്ചു. അപ്പം ഞാൻ വരുമ്പോൾ ഞാൻ അപ്പുറം ഉണ്ടായി വന്ന് നോക്കുമ്പോൾ ഭയങ്കര വണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞ ഐസ് വെച്ചത് പോലെ നമ്മൾ തണുപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഐസിന് പറയുമ്പോൾ അവിടുത്തേതൊരു ആയ പോയിട്ട് ഞാൻ കുറേ സമയം നിന്ന് നോക്കുമ്പോൾ ഐസും കാണുന്നില്ല, ആയനെയും കാണുന്നില്ല. ഞാൻ വെച്ച് എന്തപ്പോൾ എന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ആയ ഉണ്ടാകും ചായ പിടിക്കും. നോക്കുമ്പോൾ ആടെ ഒരു പീഡക്കാരനൊക്കെ വാങ്ങണം പോലെ പ്രായമുള്ള ആൾ. അയാളൊരു ഐസ് നേരത്തെ കൊണ്ടുപോയി തരി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആടെ ഇരിക്കുന്നു. എനക്കങ്ങ് ദേഷ്യം വന്ന് ഞാൻ നിങ്ങൾ ചായ പിടിക്കണം വിട്ട് എന്നിട്ട് പോയി ഗ്ലാസ് ഞാൻ പോയി അവിടെ നിന്ന് ഐസ് എടുത്ത് എന്നിട്ട് കൊണ്ടുവന്നിട്ട് മുളത്തളി നല്ലോണം തണുപ്പിക്കണം. കാരണം വണ്ണം വെച്ചാൽ ഭയങ്കര ഒരു ഇത്ര ഹൈറ്റിൽ നല്ല ഹൈറ്റിൽ വണ്ണം വെച്ചല്ല. അപ്പോൾ അത് എന്താണ് തണുപ്പിച്ചാൽ പോകും. അങ്ങനെ കുറച്ച് സമയം തണുപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കൂളിലും ഒരു ഫ്രിഡ്ജ് വേണം, കുറച്ച് ഐസ് വേണം, ഇതുപോലെ ഉപ്പിട്ട വെള്ളങ്ങളൊക്കെ അത്യാവശ്യം. പിന്നെ ഈ മെഡിസിൻ ബോക്സ് എല്ലാം വേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നല്ലേ ആ പ്രഥമ ശുശ്രൂഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഈ നീരുവെക്കലും കാര്യമെല്ലാം മാറുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഉന്തിയിടുന്ന കുട്ടികൾ പല കുസൃതിയും കാണിക്കും. അപ്പോൾ അതൊന്നും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കൊന്ന് എല്ലാ സ്കൂളിലും ഇതിനുവേണ്ടി ഒരു ക്ലാസ് കൊടുക്കണം അല്ലേ സുധി? ഇന്നലെ എനിക്കൊരു ടീച്ചർ തന്നെ വിളിച്ചാലും പറഞ്ഞതാണ്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി വീണാൽ എന്താ ഭവിഷ്യത്ത് ഉണ്ടാവുക, ആ കുട്ടിക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് എന്ത് പറ്റും എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കണോ, എന്നാൽ പിന്നെ പ്രശ്നമില്ല. മുമ്പ് നമ്മുടെ മോനുണ്ടല്ലോ ദൈവത്തിനൊക്കെ പറഞ്ഞു സ്റ്റെപ്പ് വന്ന് ഏതൊരു കുട്ടി ഇവന് ഉന്തിയിടുന്നു. സ്റ്റെപ്പ് വെച്ചാൽ വലിയ സ്റ്റെപ്പാണ്, ഒന്നാമത്തില്ല രണ്ടാമത്തില്ല അങ്ങനെ ഉള്ളതല്ല, ഉന്തിയിട്ടു ഇവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. ഇതിപ്പോൾ ആരോടെന്ന് പറയാൻ കഴിയുക. കാരണം കുട്ടികൾക്ക് ആ ഒരു ബോധവൽക്കരണം എല്ലാ സ്കൂളിലും വേണം. കാരണം ഒരു കുട്ടികൾക്കും ഇതുപോലെ പറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം തന്നെ, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണം. മറ്റു കുട്ടികളെ ഇങ്ങനെ ഉന്തിയിടാൻ പാടില്ല, വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ള ദിവസം ആഴ്ചക്ക് ഒരിക്കലെങ്കിലും അവരെ ഒന്ന് ഒരു ബോധവൽക്കരണം നല്ലതാണ്. ഞാൻ ഈ മക്കളെന്ന നമ്മളെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് എന്ത് സംരക്ഷണം കൊടുക്കാം, വീണെല്ലാം എടുത്തോടാം. പക്ഷേ എങ്കിൽ പുറമെ എത്തിക്കഴിഞ്ഞാൽ വേറെ സ്ഥലം മാഷന്മാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുക കാര്യം ഉണ്ടെങ്കിലും ഈ ഒരു മിസ് ചെയ്തത് വളരെ മോശമായിട്ട് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മക്കൾക്ക് ഞാൻ ഇപ്പോൾ ഒരു ധൈര്യത്തിലൂടെ ഞാൻ ഇവരെ കളരിക്കൂട് വയ്യ. കാരണം സ്കൂളിൽ നിന്ന് വീഴുമ്പോയാലും മറ്റു കുട്ടികൾ അതുപോലെ ഉന്തിയിട്ടുണ്ടെങ്കിലും വീട് മലക്കമ്പറത്തിൽ രക്ഷപ്പെടാൻ പറ്റും ഈ അഭ്യാസമെല്ലാം പോയാലും. അങ്ങനെ ഞാൻ 2 മക്കളെയും കളരിക്ക് വിട്ടു. ഇപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു മോള് കളരിക്ക് പോയിക്കോന്നല്ലേ വെച്ചോട്ടാ? മോള് പോലെ കളരിക്ക് പോയില്ലേ? ഇല്ല, പപ്പിയും മോളപ്പുരം കളരി പഠിക്കാൻ വരും. ഞാനും അവിടെ തന്നെ നിൽക്കണം. ഞാനും മോളപ്പുരം കളരി കളിക്കും പോലെ 3 കുട്ടികളെ ഞാൻ കളരിക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇതുപോലെ ഒരു തട്ടുമുട്ടും വീവൽ നിന്നെല്ലാം രക്ഷപ്പെടാനും വളരെ ഉപകാരമാണ്. കാരണം നമ്മളെ സംരക്ഷണം എന്നല്ല, അവർ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ ഏതായാലും കളരി വിടുന്നത് ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ വീഴും പൊട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എന്തായാലും വേണം, ഫ്രിഡ്ജ് വേണം. നമ്മൾ ഇതിൽ ഉപ്പ് വെള്ളം ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെയല്ല, ഉപ്പ് വെള്ളം വീണെടുക്കുക, ഉപ്പ് വെള്ളം തണുത്ത ഉപ്പ് വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീക്ക് കൊണ്ടാലൊന്നുണ്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് അതല്ലോ. എൻ്റെ കാലിൻ്റെ പടം പറയുന്നൊരു സുഖമുണ്ട്. മുമ്പെല്ലാം പടം പറഞ്ഞാൽ ഒരാഴ്ച കിടക്കണം. ഇപ്പം പടം പറഞ്ഞാൽ ഈ സാധനം സ്പോട്ടിൽ വെക്കണേ, വെച്ച് കഴിഞ്ഞാൽ വീക്കും ഉണ്ടാവില്ല, നീരും ഉണ്ടാവില്ല, വേന വരെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പെല്ലാം സ്കൂളിൽ നല്ലതാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു സാധനം കരുതി വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലുണ്ടല്ലേ, നമ്മൾ ഫ്രീസറിൽ എപ്പോൾ ഞാൻ ഉപ്പിട്ട വെള്ളം ഐസ് കട്ടാക്കി വെക്കും. എന്തെങ്കിലും അതിൻ്റെ വേഗം അത് വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ
കണ്ടീഷൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്കൂളുകളിൽ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന പോലെ മാഷന്മാരോ കാര്യം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഈ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എനിക്ക് പറയാനുള്ളത്. നമുക്ക് കൊണ്ട് കുട്ടികൾ ഇതുപോലെ എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ. സ്കൂളിൽ കുട്ടികൾ വിടുമ്പോൾ നമുക്ക് മനസ്സിലുള്ള ധൈര്യം ഉണ്ട്. അവർ അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാകും. എനിക്കൊന്നും ഇന്നലെ വലിയ സെറ്റപ്പ് തോന്നിയിട്ടില്ല. ഒരു ഐസ് വരെ എടുക്കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ 1 മണിക്കൂർ അതിൻ്റെ ഐസിങ് എത്തുക. അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു സ്കൂളായിരുന്നു നമ്മുടെ മോള് പഠിച്ച സ്കൂളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ അതിൽ നിന്നൊരു നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല സുധി. അപ്പോൾ എൻ്റെ മോളെ ഏതായാലും സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നും വരാണ്ടിരിക്കട്ടെ. ജീവിതത്തിലെ നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം. പക്ഷേ ഭാഗ്യം പറയാം, ചെറുങ്ങനെ പറ്റിയിട്ടുള്ളൂ. വലിയതെന്തോ വരേണ്ടത് ചെറുങ്ങനെ പോയി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടെല്ലാം വളരെയധികം നന്ദിയാണ് നമുക്ക് പറയാനല്ലേ സുധി. ഒരുപാട് ആൾ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ പ്രാർത്ഥനയിലും വിശ്വസിക്കുന്നത്. എന്താ ഞാൻ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഫോട്ടോ എടുത്തപാട് ഞാൻ എന്ത് ചെയ്തറിയുക നമ്മളെ ചാനലിടേത് വേറൊന്നുമല്ല. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാടുണ്ട്. അവരെ പ്രാർത്ഥന അതെന്തായാലും കിട്ടുമല്ലോ. എന്തോ ഞാനത് എന്നാലും തന്നെ ഫോട്ടോ ഇട്ട് ഇങ്ങനെ ഒരു വിഷമം കൊണ്ട് ഇട്ട് അപ്പോഴത്തേക്കിനും ഒരുപാട് ആൾ അതിൻ്റെ അടിയിൽ ഇതാ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലത് മറ്റേ. അപ്പം ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ മോക്ക് ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞല്ലേ പ്രാർത്ഥനയെല്ലാം ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറഞ്ഞല്ലേ സുധി. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ചേട്ടാ ബൈ പറ. ശരി.